ഇരിക്കുന്ന ജിൻഡോയുടെ മണ്ടയിൽ വരെ ഓരോരുത്തർ വന്ന് കേറിയിട്ടും എങ്ങനെയാണേ സഹിച്ചിരിക്കുന്നത്. സമ്മതിച്ചേ പറ്റൂ കേട്ടോ, സീരിയസ്ലി. അത് കണ്ടോണ്ടിരുന്ന നമ്മുടെ ഋഷിക്ക് വരെ ദേഷ്യം വന്നു. സംഭവം എന്താണെന്ന് വെച്ചാ, ഈ കട്ട ടാസ്ക് അവസാനിച്ചല്ലോ. അപ്പൊ ജിൻഡോ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് ഒരു തള്ളു തള്ളി. ഞാൻ 10-20 കട്ട എക്സ്ട്രാ പറക്കിയായിരുന്നു, വെക്കാൻ പറ്റിയില്ല. 20 കട്ട എക്സ്ട്രാ പറക്കിയിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ ഇരുന്ന് തള്ളി. അപ്പൊ അഭിഷേക് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അപ്പൊ നന്ദനയും കൂടെ അത്രയും പറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമായിരുന്നു എന്ന് അഭിഷേക് പറഞ്ഞു. ഇതിനിടയിൽ സിജോ പോയി എണ്ണീറ്റ് സിജോ പറഞ്ഞു 7 കട്ടയേ ഉള്ളൂ, 20 ഇല്ല, ചുമ്മാ നിങ്ങൾ തള്ളല്ലേ എന്ന് സിജോ പറഞ്ഞു. അപ്പൊ ഈ സംസാരത്തിന്റെ ഇടയിൽ നന്ദനയുടെ പേര് വന്നല്ലോ. അപ്പൊ നന്ദന ഓടിക്കൊണ്ട് വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് കുറെ ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത്. റെസ്പെക്ട് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. മുൻപ് എന്താണോ ജാസ്മിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്, ആ രീതിയിലാണ് നന്ദന പലപ്പോഴും സംസാരിക്കുന്നത്. മിനിമം നമുക്ക് മറ്റുള്ളവരോട് ഒരു ബഹുമാനം വേണം. അത് ഏജിന്റെ രീതിയിലല്ല. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെടുത്ത് നമ്മൾ ഒരു ആർഗ്യുമെന്റിന് പോയാലും അത് മാന്യമായ ഒരു കാര്യത്തിനാണെങ്കിൽ അത് നമ്മളും മാന്യമായി തന്നെ പ്രതികരിക്കണം. ഇത്